ചിക്കൻ മജ്ബൂസ് ഉണ്ടാക്കിയാലോ എന്നാൽ വേഗം ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ചിക്കൻ മജ്ബൂസ് ഉണ്ടാക്കാമെന്ന് നമ്മൾ പഠിപ്പിച്ചു തരാം. എന്നാൽ പിന്നെ വേഗം ഒരു ഇറച്ചിക്കറി അങ്ങ് ഉണ്ടാക്കി കളയണം. അതിന് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ, അതിലേക്ക് നമ്മൾ 3 വലിയ ഉള്ളി തന്നെ എടുത്തിട്ട് നല്ല വലിയ സവാള എടുത്ത് 3 ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതുമിട്ട് ഒന്ന് വഴറ്റി കളയണേ. ഒന്നങ്ങ് വരണ്ടി വരുമ്പോൾ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കൂട് വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 4 പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കട്ടോ. അപ്പം 4 പച്ചമുളക് എല്ലാം കൂടി നല്ലപോലെ ചതച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ, അതും ഇട്ടൊന്ന് ഇളക്കി. പിന്നെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ 3 മീഡിയം സൈസ് തക്കാളി, അപ്പോൾ തക്കാളി ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണേ. നല്ലോണം തന്നെ ഇളക്കിയെടുത്തോളെ. അങ്ങനെ ഇളക്കി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി വേണം, ഒരു 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയോ. പിന്നെ വേണ്ടിയത് കാശ്മീരി മുളക് പൊടിയാണ്, നമ്മൾ നല്ല അടിപൊളി കാശ്മീരി റെഡ് ചില്ലി പൗഡർ. അപ്പോൾ ഒരു 3 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് നല്ലോണം ഇളക്കി മസാലേൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ തക്കാളിയോ പിന്നെ ഉള്ളിയോ എല്ലാം കൂടി ഒന്ന് നല്ല പോലെ ചതഞ്ഞ് വന്നിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ കുത്തി ചീച്ചിങ്ങെടുത്തോളെ. എന്നിട്ട് പിന്നെ നമ്മൾ ചിക്കനില്ലാണ്ട് എന്ത് ചിക്കൻ മജ്ബൂസില്ലേ. അപ്പം നല്ലോണം കഴുകി പെരക്കി വെച്ച ചിക്കനില്ലേ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് പെരക്കി വെച്ചിട്ടാ, വേറെ ഒന്നും ഇട്ടിക്കില്ലേ. അപ്പം അതും ഇട്ട് നമ്മൾ മസാലയിലിട്ട് ഈ മസാലയിൽ നല്ലോണം ചിക്കനിലേക്ക് പിടിപ്പിച്ചെടുക്കണം. എങ്ങനെ കുറച്ച് നേരം ഇളക്കി ഇങ്ങെടുത്താലുണ്ടല്ലോ ഈ മസാലേൻ്റെ ടേസ്റ്റെല്ലാം നമ്മൾ ചിക്കനിലേക്ക് കയറിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വേണ്ടിയത് ഒരു ചിക്കൻ വേകാനും വേണ്ടി ആവശ്യത്തിനുള്ള നമ്മൾ എന്ത് വേണോ, വെള്ളം വേണം. അപ്പോൾ വെള്ളവും പിന്നെ നമ്മളെ മന്തി മസാലപ്പൊടി കേട്ടോ ഞാൻ ഇടുന്നത്. എൻ്റെ അടുത്ത് ഗരം മസാലപ്പൊടി ഇപ്പോൾ കാണുന്നില്ല, പിന്നെ ചിക്കൻ മസാലപ്പൊടിയും ഇവിടെ സ്റ്റോക്ക് കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ മന്തി മസാലപ്പൊടി ഇട്ട് നല്ലോണം മൂടി വെച്ച് വേപ്പിക്കാം. അപ്പോഴത്തേക്ക് കുഞ്ഞു മക്കളെ കളിയാണ്ട് നിങ്ങൾക്ക് പണ്ടെല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നല്ലേ. ഇപ്പോൾ വലുതായവരെല്ലാം മറന്നുപോയി. അപ്പം അങ്ങനെ നല്ലോണം വീട്ടും ഇറച്ചിക്കറിയെല്ലാം പോലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം നോക്കി നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ കറി നല്ലോണം വെന്ത് സെറ്റായി വരും. അപ്പം നമുക്ക് അത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ വട്ടയാണ്. അപ്പം നമ്മൾ അതിലാണ് ചോറ് വെക്കുന്നത്. ഈ ഒരു വട്ടയിലേക്ക് ഒരു 4-5 സ്പൂണ് വെളിച്ചെണ്ണയും പിന്നെ ഒരു 2 സ്പൂണ് നമ്മൾ നല്ല അടിപൊളി പശു നെയ്യെന്ന് വെച്ചാൽ ഗീ കേട്ടോ, അതും ഇട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില, നമ്മളെ പോരെ തന്നെ ഉണ്ടായ കറിവേപ്പിലല്ലേ, അതും ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു സവാള ചെറുതാക്കി കട്ട് ചെയ്തതോ, കറുപ്പ, ഗ്രാമ്പൂ, ഏലക്ക ഇതല്ലേ, അതെല്ലാം ആവശ്യത്തിന്. പെരിഞ്ചീരകം കുറച്ചധികം ഇട്ടോളെ. അതെല്ലാം ഇട്ട് നല്ലോണം ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള അളവിൽ വെള്ളം പാരണം. പക്ഷേങ്കിൽ നമ്മൾ ചിക്കനിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ആ ചിക്കൻ്റെ അളവിൽ ആ വെള്ളത്തിൻ്റെ അനുസരിച്ച് നമുക്ക് കുറച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലോണം പതച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ നീരൂടെ ഒഴിച്ച് പിന്നെ നമുക്ക് പതച്ച് വന്നാൽ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ നിങ്ങൾ മറന്നോറേ, നമ്മളോട് പറയാൻ വിട്ടുപോയത് കേട്ടോ. അപ്പം നമ്മളെ ചോറ് ഒന്ന് വെള്ളം വറ്റി വരുന്നേരം നമ്മളെ എന്ത് പണിയെടുക്കണോ, നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ കറിയില്ലേ, അപ്പം നേരെ അതിലേക്ക് പാർന്ന് നല്ല പോലെ ഇളക്കി. പിന്നെ നമുക്ക് കണലില്ലേ, നമ്മളെ കണലെല്ലാം മുകളിലേക്ക് ഇട്ടിട്ട് എന്തിൻ്റെ മുകളിൽ, നമ്മളെ ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് ദമ്മാക്കി വെച്ചിട്ട് മൂടി വെക്കാം. അപ്പോൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളത്തിൻ്റെ അളവാണ്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് എടുക്കേണ്ടത്. പക്ഷെങ്കിൽ ഇതിലുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ കറിയിൽ വെള്ളമില്ലേ, അപ്പോൾ അത് കുറച്ച് മാത്രം നമ്മൾ വെള്ളം എടുക്കുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടിപൊളി മജ്ബൂസ് ഇവിടെ സെറ്റായിട്ട് വന്ന് കേട്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയാണ്. മസ്റ്റ് ട്രൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ ഞങ്ങൾ പറയണ്ടല്ലോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ.